ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സമ്പൂർണമായിട്ടുള്ള കടക്കണിയിലും തകർച്ചയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കയ്യിൽ ഇപ്പോൾ തന്നെ 2 റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് CAG-യുടെ ഇവിടുത്തെ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ CAG-യുടെ 28 സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ. അതിൽ കാണുന്ന എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏറ്റവും ഗുരുതരമായ ധനകാര്യ തകർച്ച നേരിടുന്ന ഒരു വർഷമാണ് ഈ 23-24. അതിന്റെ കണക്കുകൾ ഞാൻ പറയാം. ഒന്ന്, അതായത് കടം മേടിച്ചിരിക്കുന്ന തുക 2022-23 54,000 കോടി രൂപയാണ് കടം മേടിച്ചിരുന്നുവെങ്കിൽ 2023-24 1,04,000 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ കടം ഒരു വർഷം കൊണ്ട് ഏതാണ്ട് ഇരട്ടിയായി. അടുത്ത് റീപേയ്മെന്റ് പബ്ലിക് ഡെറ്റ് 2022-23 ഏതാണ്ട് 35,980 കോടി രൂപയായിരുന്നത് 2023-24 74,365 കോടി രൂപയായി. അടുത്ത് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് 2022-23 15,745 കോടിയായിരുന്നത് 2023-24 53,306 കോടിയായി വർദ്ധിച്ചു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 25,000 കോടി രൂപയിൽ നിന്ന് 34,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് 29,475 കോടി രൂപ 2022-23 ഉണ്ടായിരുന്നത് 2023-24 32,942 കോടി രൂപയായി. മൊത്തം കടം ടോട്ടൽ ലയബിലിറ്റീസ് 4 ലക്ഷം കോടി രൂപ 2022-23 ഉണ്ടായിരുന്നത് 2023-24 4.33 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ഈ കണക്കുകൾ കാണിക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയാണ്. ഇതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലുള്ള ഏതാണ്ട് 28 സംസ്ഥാനങ്ങളുടെ 10 വർഷത്തെ കമ്പാരിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടും CAG പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഫൈനാൻസസ് അത് 22-23 വർഷമാണ്. അതിലുള്ള കണക്കുകളും 10 വർഷത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന കേരളത്തിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ. അതിൽ ഒരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു തരത്തിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. അതായത് ഒരു കണക്ക്, മേജർ വർക്ക്സ് പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മേജർ വർക്ക്സ് പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. കേരളത്തിൻ്റെ സ്ഥാനം പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാം? 1.18. കേരളത്തിൽ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴത്തെ നിലയിൽ റാങ്കാണ് കേരളത്തിലുള്ള എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് CAG റിപ്പോർട്ടാണ് പറയുന്നത്. 10 വർഷത്തെ. അടുത്ത വേറൊരു കണക്കൂടെ പറയാം. മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതിൽ കേരളത്തിൻ്റെ റാങ്ക് 28 സംസ്ഥാനങ്ങളിൽ 23-ാമത്തെ റാങ്കാണ്. ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ കാണിക്കുന്നത് ഈ 2023-24 വർഷം സംസ്ഥാന ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയാണ്.